ഒത്തിരി ഒരു ഹെവി ടോപ്പിക്കാ. ഇത് we will do whatever justice we can. നമുക്ക് ചെയ്യാവുന്ന അത്രയും we will do, and we will permit the Holy Spirit to take care of the rest. I mean, that's the safest thing, നമ്മളെ ആക്ച്വലി സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന നമ്മുടെ നല്ല പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ ശക്തനായിട്ടുള്ള പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. Actually, understanding how to be led by the Spirit of God, that's a topic which ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. Father, we thank you for this wonderful time. Even as we are at your feet, Almighty Holy Spirit, we welcome you. We ask you to speak on our behalf. We ask you to help us to listen, help us to understand, help us to comprehend, help us to go on to the next level. In the mighty name of Jesus, Father, Holy Spirit, we ask you to give us a revelation. Our hearts are open to you. Our hearts are open to your word. We thank you. We give you glory and honor and praise. In Jesus' mighty name we pray. Amen. നമ്മള് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ലോങ് ടൈം അഗോ, നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മള് പല വിഷയങ്ങളും കൊണ്ട് നമ്മള് ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും അതിന്റെ എന്താണ് മുമ്പോട്ടുള്ള വഴി എന്നറിയാതെ നമ്മള് കുഴഞ്ഞു കിടക്കുമ്പം നമുക്കൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? കർത്താവിന് അറിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം നമ്മൾ മുകളിലോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടാൻ ഒരു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട് പലപ്പോഴും. അത് നമ്മള് ഒത്തിരി കാര്യങ്ങളുണ്ട് ഷെയർ ചെയ്യാൻ, ബട്ട് ഐ വിൽ ജസ്റ്റ് ഡു വാട്ട് വി ക്യാൻ. നമ്മള് വാട്ട് ആർ വി ആർ എ സ്പിരിറ്റ്, വി ഹാവ് എ സോൾ ആൻഡ് വി ലിവ് ഇൻ എ ബോഡി, അല്ലെ? നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് ശരീരമായിട്ടല്ല. നമ്മൾ കാണുന്നത് ശരീരമായിട്ടാണെങ്കിലും നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് ഉള്ളിലുള്ള സോള്, അല്ലെ? ദേഹി, ആത്മാവ്, അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ദേഹമായിട്ടല്ല, നമ്മൾ സംസാരിക്കുന്നത് സ്പിരിറ്റ് സോൾ. ഓക്കെ, സോൾ ദേഹിയാണെന്ന് ഞാൻ വിശ്വസിച്ചു പോവാം. ഓക്കെ, I don't know the technical word for the soul. Upon we are actually talking mind to mind, alle? But we communicate with God through our spirit. നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം Romans 8:14 പറയുന്നു, for as many as are led by the Spirit of God, they are the sons of God. Okay? For as many as are led by the Spirit of God are the sons of God. ആർക്കെങ്കിലും മലയാളം ഒന്ന് വായിക്കാതെ? പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവരല്ലോ ദൈവത്തിന്റെ പുത്രന്മാര്. ഓക്കെ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഓക്കെ, നമ്മൾ ആക്ച്വലി ഈ കൂട്ടായ്മയിലുള്ളവരെല്ലാം സീരിയസ് ക്രിസ്ത്യൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല, വേറെ പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് നമ്മളെല്ലാം ഒരു കാര്യം ചെയ്യണം, ഇച്ചിരി ഇച്ചിരി ഗ്രീക്കിലോട്ടും ഇച്ചിരി ഹീബ്രുവിലോട്ടും ഒക്കെ ഒന്ന് കയറിപ്പോണം. ഓക്കെ, അതിനൊന്നും നമ്മൾ ഗ്രീക്കോ ഹീബ്രു പണ്ഡിതന്മാരൊന്നും ആണ്ടിയ കാര്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്, ഇന്ന് ദിവസം അയച്ച ഇന്റർനെറ്റ് ഉണ്ട്. അപ്പം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഈസ്വോർഡ് എന്നാണ്, PCL, വിൻഡോസ് PCL യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, മൈ സ്വോർഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഹീബ്രുവും തരും, ഗ്രീക്കും തരും. സ്ട്രോങ്സ് കോൺകോർഡൻസ് എന്ന് പറയും. അപ്പം സ്ട്രോങ്സ് കോൺകോർഡൻസിനെ പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പം നമ്മൾ മലയാളം, ഓക്കെ, ഇതെല്ലാം ഒറിജിനലി എഴുതിയിരുന്ന ഗ്രീക്കിലാണല്ലോ. അപ്പൊ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പം എന്തു പറ്റി? അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് കിട്ടാത്തതുകൊണ്ടോ കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് സൗകര്യമുള്ള വേർഡ്സ് അവർ ഇട്ടു. ഓക്കെ, ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ മക്കൾ ആരാ? യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റു പറയുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ കുഞ്ഞാ. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചാല് ആ കൊച്ചു കുഞ്ഞിനെ പറഞ്ഞ് കടയിൽ വിടുവോ നമ്മള്? നോ വേ, അല്ലേ? കാര്യം എന്നാ? ആ കൊച്ചു കുഞ്ഞിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ നമ്മൾ പ്രായപൂർത്തിയായുള്ളൊരു വ്യക്തിയെ നമ്മൾ കടവിടാൻ നമ്മൾ മടിക്കത്തില്ല.
കാര്യം എന്നാ, ദേ ആർ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി കേപ്പബിൾ ടു ഹാൻഡിൽ ദ കോൺസിക്വൻസസ് അല്ലേ. അപ്പം നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചാലും നമ്മൾ പുത്രന്മാരായിട്ട് വളർന്നു വരണം. ഓക്കെ, പുത്രന്മാരും പുത്രിമാരും അല്ല. ഓക്കെ, ബിബ്ലിക്കലി ദൈവത്തിന്റെ എല്ലാം പുത്രന്മാരാ, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. ഓക്കെ, ആരും പ്രയാസപ്പെടണ്ട അതിനകത്ത്. കാര്യം എന്നാ, കർത്താവിന്റെ ബ്രൈഡ് എന്നുള്ള ആ ഒരു പദവിയിലോട്ട് ആണുങ്ങളും വരും. അപ്പൊ ആണുങ്ങൾ എങ്ങനെയാ ബ്രൈഡ് ആകുന്നത്? ഓക്കെ, അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട, രണ്ടുപേർക്കും ഉണ്ട്. ഓക്കെ, അപ്പം ദൈവം നമ്മളെ മക്കളെന്ന് വിളിച്ചെങ്കിലും നമ്മൾ പുത്രത്വത്തിലോട്ട് വളർന്നു വരണം. അതിന് നമ്മൾ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും കർത്താവിനോട് ചേർന്ന് നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കും. ഓക്കെ, അപ്പം ഈ റോമൻസ് 8:14 പറഞ്ഞ ഫോർ ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദി സൺസ് ഓഫ് ഗോഡ്. അവിടെയാണ് നമ്മൾ തരംതിരിക്കുന്നത്. പുത്രന്മാര് മക്കള്, പുത്രന്മാര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിക്കും, അതിൽ ജീവിക്കും. നമ്മൾ ആ ഒരു ലെവലിലുള്ള ഒത്തിരി പേരെ കാണാറില്ല. ഓക്കെ, ഈ ചെറിയ ഒരു കൂട്ടം കാണുന്നവരാണ് ലോകത്തിൽ അവിടെ ഇവിടെയൊക്കെ വെട്ടി വിളങ്ങി നിൽക്കുന്ന ആൾക്കാർ. ഓക്കെ, കർത്താവിന് വേണ്ടി. പക്ഷെ ഗുഡ് ന്യൂസ് ഇസ് ദിസ് ദാറ്റ് ജസ്റ്റ് ഓക്കെ, നമ്മളെങ്ങനെയാ ഒരാള് ഒരു പയൻസ് ഓക്കെ പറയാ, ഓക്കെ എനിക്ക് എന്റെ മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം, എന്ത് ചെയ്യും ആള്? ജിമ്മിൽ പോകും അല്ലേ, ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് ഇച്ചാൾ കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആകും. അപ്പം നമ്മൾ ഫിസിക്കലി ഡെവലപ്പ് ചെയ്യുന്നത് എക്സസൈസ് വെച്ചാ. നമ്മുടെ സോളിനെ നമ്മൾ എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മളെല്ലാം സ്കൂളിൽ പോകും അല്ലെ, യൂണിവേഴ്സിറ്റി പോകും, പഠിക്കും. നമ്മുടെ ലോകത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇപ്പോൾ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയും തോറും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ഇടപെടാം അല്ലേ. ഓക്കെ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മിക്കവരും പല ജോലികളിൽ ജോലി ചെയ്യുന്നവരാ അല്ലെ. യു ആർ ഓൾ ഇൻവോൾവ് വിത്ത് സർട്ടൺ തിങ്സ്. ഇപ്പം ജോലി ഇല്ല, ഞാൻ വീട്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞാലും വീട്ടിൽ ഇരിക്കണമെങ്കിലും യു നീഡ് ടു നോ സം തിങ്സ് അല്ലേ. കുക്ക് ചെയ്യാൻ അറിയാതെ വീട്ടിൽ ഇരുന്നിട്ട് കഥയുണ്ടോ? ഇല്ല. വീട് ക്ലീൻ ചെയ്യാൻ അറിയാതെ വീട്ടിൽ ഇരുന്നിട്ട് കഥയുണ്ടോ? നോ അല്ലേ. സോ വി ഓൾ നോ സർട്ടൺ തിങ്സ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ ക്വാളിഫൈഡ് ടു ഡു സർട്ടൺ തിങ്സ്. ഓക്കെ, ഓർത്ത് നോക്കുക. ഇപ്പം രണ്ടുപേരും ഇപ്പം എനിക്ക് പലരെ അറിയാം. ഞാൻ അച്ഛനെ എടുക്കുക, കുട്ടനെ എടുക്കുക, ഐസക് അങ്കിളിനെ എടുക്കുക. ഓക്കെ, ഐസക് ചാനെ എടുക്കുക. ഐസക് ചാൻ ചെയ്യുന്ന ജോലിയിൽ അച്ഛന് കുട്ടന് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുട്ടൻ ചെയ്യുന്ന ജോലിക്ക് ഐസക് അച്ഛൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, ഇഫ് യു ഹാവ് ദി സെയിം ലെവൽസ് ഓഫ് നോളജ് അല്ലേ. അപ്പം നമ്മളെ തരംതിരിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, നോളജ് ലെവൽസ് ആ തരംതിരിക്കുന്നത്, നമ്മുടെ ജ്ഞാനത്തിന്റെ ലെവൽസ് ആ തരംതിരിക്കുന്നത് ആണല്ലോ. നമ്മൾ കോളേജിൽ പോയിട്ട് എന്തോ നമ്മൾ ഇപ്പൊ ഒരു എഞ്ചിനീയർ, ഐ എം എൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. ഞാൻ ചെയ്യുന്ന ജോലി ഇഫ് യു ആർ ട്രെയിൻഡ്, ഇഫ് യു ഹാവ് ദ കപ്പാസിറ്റി ടു ഹാൻഡിൽ ദാറ്റ്, യു ക്യാൻ ഡു ഇറ്റ് അല്ലേ. ഐ ക്യാൻ ഡു വാട്ട് യു ആർ ഡൂയിങ് ഇഫ് ഐ ഹാവ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം നോളജ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് സെപ്പറേറ്റ്സ് പേഴ്സൺ ടു പേഴ്സൺ ഫ്രം ഇൻ ദർ ഡിഫറെന്റ് വൊക്കേഷൻസ്. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെന്റ്, നമ്മുടെ സോളിന്റെ ഡെവലപ്മെന്റ്, നമ്മുടെ ഉള്ളിലുള്ള ഒരാളുണ്ട് സ്പിരിറ്റ് മാൻ, നമ്മുടെ ഇന്നർ മാൻ. ഞാൻ ഒത്തിരി വേഴ്സസ് എടുക്കുന്നില്ല, ബിക്കോസ് നമ്മളിപ്പം വേഴ്സസ് എടുത്ത വേഴ്സസിനകത്ത് സോ വി വിൽ ടച്ച് വാട്ട് ഈസ് ക്രൂഷ്യലി നെസസറി. നമ്മുടെ ഉള്ളിലുള്ളൊരു സ്പിരിറ്റ് മാൻ ഉണ്ട്. ഓക്കെ, അതാണ് ദ റിയൽ യു. ഇവിടെ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ വ്യക്തിയുടെ ശരീരം എടുത്തുകൊണ്ട് അടക്കും അല്ലേ, അല്ലെങ്കിൽ ഹിന്ദുസ് ആണെങ്കിൽ കൊണ്ട് ക്രിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആണല്ലോ പലതും ചെയ്യും. അപ്പം ആ ശരീരമല്ല നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ വി ആർ ഓൾ ഇറ്റേണൽ. ഐ മീൻ വി ആർ നോട്ട് ഇറ്റേണൽ, വി വിൽ ലിവ് ഫ്രം നൗ ഓൺ ഫോർ എവർ. ഒരാൾ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞ് ദാറ്റ് പേഴ്സൺ വിൽ ലിവ് ത്രൂ ഇറ്റേണിറ്റി, ദർ ഇസ് നോ എൻഡ്. ഓക്കെ, അപ്പം നമ്മള് കർത്താവ് ആക്ച്വലി നമ്മളെ കർത്താവിന്റെ സ്വന്തം ഇമേജിലാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലെ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് അസ് ഇൻ ഹിസ് ഓൺ ഇമേജ്. പക്ഷെ ഡു വി നോ എവറിഥിങ്? വി ഡോണ്ട് നോ എവറിഥിങ് അല്ലെ. ആർ വി കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിഥിങ്? ഇല്ല. കാര്യം എന്തുവാ? ഈവൻ ദോ ഗോഡ് ക്രിയേറ്റഡ് അസ് ടു ബി in his own image, that image is actually in our spirit man.
നമ്മുടെ സ്പിരിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തോ ഉള്ളത്? നമുക്ക് വചനമുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യാൻ ജിമ്മിൽ പോകാം, നമ്മുടെ സോളിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകാം. പക്ഷെ നമ്മുടെ സ്പിരിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പോകേണ്ടത് ദൈവവചനത്തിനോടാണ്. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് അതോറിറ്റേറ്റീവ് ഗൈഡ് ടു ബി സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ് മാൻ. അപ്പം നമ്മൾ ദൈവവചനം ആണ് നമ്മുടെ ട്രാക്സ്. മനസ്സിലായോ? നമ്മുടെ ജീവിതം ഓടേണ്ടിയ ട്രെയിനിന്റെ പാളം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഈ ദൈവവചനത്തിന്റെ വെളിയിൽ നമ്മൾ ഓടാൻ തുടങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ ട്രെയിൻ ഡീറെയിൽഡ് ആകുന്ന പോലെ നമ്മുടെ ജീവിതം ഡീറെയിൽഡ് ആകും. നമ്മുടെ പല വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാതാകും. നമ്മൾ പല പല പ്രശ്നങ്ങളിനകത്ത് എന്തുകൊണ്ട് ഞാൻ ചാടി നമുക്ക് മനസ്സിലാകാതാകും. ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, എനിക്ക് അറിയത്തില്ല അച്ഛനൊക്കെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നു, പക്ഷെ എനിക്കൊന്ന് മിക്കവർക്കും ഇവിടെ ഉള്ളവരോ ഷാർജയിലുള്ളവരോ ഷാർജയിൽ വന്നവരോ അറ്റ്ലീസ്റ്റ് ഹൈ റൈസ് ബിൽഡിങ്സ് കണ്ടവരും കേട്ടവരും താമസിച്ചവരും ഒക്കെ അല്ലേ. അപ്പം ഞങ്ങള് മസ്കറ്റിലായിരുന്നു. അപ്പം ഞങ്ങള് മസ്കറ്റിൽ നിന്ന് ഓടി വരിക. ഷാർജയിൽ ഒത്തിരി കച്ച പാർക്കിംഗ് ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ സ്ഥിതി മാറിയൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, അവിടെ ഭയങ്കര ക്രൗഡ് എന്ന് വെച്ചാൽ ഒരു പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പാടാ. അപ്പം അച്ഛനൊക്കെ അന്ന് താമസിച്ചോണ്ടിരുന്ന 9th ഫ്ലോറിലൊരു വീട്ടിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ദൂരെ നിന്ന് വരും. അപ്പം ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല, ഇവിടെ വീട് എവിടെയാണെന്ന് അറിയാം, എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ അച്ഛൻ്റെ മൊബൈലെ വിളിച്ചു, എടോ അച്ഛൻ എവിടെയാണോ പാർക്കിംഗ് ഉള്ളത്? അപ്പം പുള്ളി മോളിൽ നോക്കും. ഓക്കെ, അപ്പം പുള്ളി മോളിൽ നോക്കി പുള്ളിക്ക് താഴെയുള്ള പാർക്കിംഗ് ലോട്ട്സ് കാണാം, ഈ പാർക്കിംഗ് ലോട്ട് കാണാം, ആ പാർക്കിംഗ് ലോട്ട് കാണാം, ആ പാർക്കിംഗ് ലോട്ട് കാണാം, അടുത്ത പാർക്കിംഗ് ലോട്ട്സ് എല്ലാം കാണാം മോളിൽ നിന്ന് അല്ലേ. പക്ഷെ ഞാൻ ആക്ച്വലി ഗ്രൗണ്ട് ലെവലല്ല. അപ്പൊ ഞാൻ ഗ്രൗണ്ട് ലെവലിൽ വരുമ്പം എനിക്ക് എന്ത് കാണാം? എനിക്ക് ഒരു പാർക്കിംഗ് ലോട്ടും കാണത്തില്ല. എനിക്ക് എന്നെ തട്ടാനും മുട്ടാനും അടുപ്പിച്ചുള്ള കാർ മാത്രമേ കാണുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു കാറിന്റെ തൊട്ട് പുറകെ വേറെ ഒരു പാർക്കിംഗ് സ്ലോട്ടാണോ, പുറകെ അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഇരിക്കണമെന്ന് പോലും എനിക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മളെല്ലാം സെയിം ലെവലല്ലേ. പക്ഷേ ഫോർ എ പേഴ്സൺ ഓൺ ദി ടോപ്പ് യു ക്യാൻ സീ വെരി ക്ലിയർലി. സോ ഞാൻ മൊബൈൽ ഫോണിൽ ചോദിക്കാം, അച്ഛൻ എവിടെയാണോ പാർക്കിംഗ്? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓ നേരെ വാ നേരെ വാ. ഓക്കെ, ഐ സി യുവർ കാർ നൗ. ഓക്കെ, കം ഫോർവേഡ്. ഇച്ചിരി വന്നിട്ട് ആദ്യത്തെ ലെഫ്റ്റ് അല്ല സെക്കൻഡ് ലെഫ്റ്റ് എടുക്കുക. സെക്കൻഡ് ലെഫ്റ്റ് എടുത്ത് മുമ്പോട്ട് നേരെ പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ഫോണിൽ പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് മുകളിൽ നിന്ന് കാണാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് അബ്സല്യൂട്ട്ലി വിശ്വസിച്ച് ഞാൻ പുള്ളി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. ഞാൻ നേരെ പോയി. അപ്പം സെക്കൻഡ് ലെഫ്റ്റ് എടുത്തു. ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ പുള്ളി പറയും, ആ റെഡ് കാറിന് ഉണ്ടോ, ആ റെഡ് കാറിന്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തു കഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ അടുത്ത ലെഫ്റ്റ് എടുക്കുക. അവിടെ ഇമ്മീഡിയറ്റ്ലി റൈറ്റിലൊരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്, അവിടെ കയറാം. അപ്പൊ ഞാൻ ചെയ്തു, ഞാൻ 2 മിനിറ്റ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ മോളിൽ വന്നു. ഇല്ലേ, എനിക്ക് ആ ഒരു ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ചെയ്തേനെ. ഞാൻ ആ പാർക്കിംഗ് ലോട്ടിനകത്തോട്ട് വന്നു. ആ പാർക്കിംഗ് ലോട്ടിൽ വരുമോന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്കൊക്കെ നല്ല പരിചയമുള്ള പോലെ നമ്മൾ ഈ പാർക്കിംഗ് ലോട്ടിൽ കയറി, ഇവിടെ പാർക്കിംഗ് ഇല്ലാതെ മറ്റേ പാർക്കിംഗ് ലോട്ടിൽ കയറി, അവിടെയും സ്ഥലം ഇല്ലാതെ അവസാനം ഭാഷ്യം കേട്ട് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ കയറി പോകും. അല്ലേ, എത്രമാത്രം കൂടുതൽ സമയം എടുത്തു? അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കിംഗ് സ്ലോട്ട്സ് തപ്പി ആരെങ്കിലും അറിയാതെ റിവേഴ്സോ ഫോർവേഡോ വല്ലതും എടുത്താലും നമ്മൾ തട്ടാനും മുട്ടാനും ചാൻസ് ഉണ്ട്. അല്ലേ, അപ്പൊ റിസ്ക് ഒത്തിരി കൂടെ കൂടില്ല. അപ്പം ഇതേപോലെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ഹിതത്തിനെ കുറിച്ച് ഒരു ജ്ഞാനവും ഒരു അറിവും ഉണ്ടെങ്കിൽ our progress in life is quick. Are you able to connect with me? Okay, so നമുക്ക് ആക്ച്വലി God has given us the spirit on the inside. പക്ഷെ സാഡ്ലി ബിക്കോസ് ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി ചർച്ചസിൽ ഇതൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ട് ആൾക്കാർ കിടന്ന് കുഴയുക. ഞാൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ആദ്യം കൂട്ടുന്നത്. ബിക്കോസ് ഞാൻ ആക്ച്വലി പണ്ട് ഓർക്കുന്നുണ്ട്, Lord, if I could communicate with you and hear your voice clearly, all the problems in my life are over. അല്ലേ, കാര്യം എന്തുവാ? He's on the top and he sees everything. So it took me many years to understand what I'm talking about. Okay, and this is our constant prayer. Lord, help us to discern the voice of the Spirit. Okay, അപ്പം നമ്മള് we are not a soul. I am a spirit. I have a soul and I live in a body. This body will die, it will be gone. This soul will go into God's presence. അതിനെപ്പറ്റി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. Okay, but I am really a spirit. Soul is what communicates between the body and the spirit. Okay, അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് കാണുന്നത്
2 Corinthians 5:17 says that if any man is in Christ, he is a new creature. The old things are passed away, behold, all things are made new. അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആദാം പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? ആദാം പാപം ചെയ്തപ്പം കർത്താവ് പറഞ്ഞില്ലേ, നീ ഈ ഫലം കഴിക്കുന്ന ആ നാളിൽ നീ നിശ്ചയമായി മരിക്കും. പക്ഷെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, ആദാം ആ ഫലം കഴിച്ചു, കർത്താവ് വന്ന് സംസാരിച്ചു, മരിച്ചില്ല ഉടനെ. കർത്താവ് വന്ന് ഇവരെ വെളിയിലാക്കി, ഇതിന്റെ വെളിയിലാക്കി, ഇല്ലേ? അപ്പം കർത്താവ് പറയുന്നത് എന്തെങ്കിലും കള്ളം ഉണ്ടായിരുന്നോ? Was it a lie? No, that's not a lie. What happened was Adam died spiritually. Spiritual death in the main ഇത് എന്തുവാ? You are unable to connect with God. Connectivity with God is life. Disconnectivity with God is death. നരകം അതാണല്ലോ. ഇറ്റേണലായിട്ട് നിത്യതയോളം ആൾക്കാർ ജീവിക്കും, പക്ഷെ ദൈവമായിട്ട് ബന്ധമില്ല. So you are eternally dead. A person who is eternally alive is connected to God. അപ്പം കർത്താവ് ആഡമിനെ ഉണ്ടാക്കിയപ്പം നമുക്കൊക്കെ നല്ല പരിചയമായിട്ടുള്ള പോർഷൻസ് ആണല്ലോ ജെനസിസ് ഒക്കെ. ജെനസിസിനകത്ത് പറയുന്നു എന്നും കർത്താവ് വന്ന് ആഡമിന്റെ സംസാരിക്കുകയായിരുന്നു, ഇല്ലേ? Adam could hear God clearly. God could speak to Adam clearly. Adam and vice versa. Okay, they could talk like friends. അപ്പം the day Adam sinned, his ability to connect with God was gone. അപ്പം യേശു ക്രിസ്തു കാൽവറിയിൽ വന്നു, okay, to connect with God was gone, and ആ ഒരു പാപത്തിൽ കൂടെ, ആ സ്പിരിച്വൽ ഡിസ്കണക്ഷനിൽ കൂടെ ഈ ലോകത്തിലേക്ക് എന്ത് വന്നു? പാപം വന്നു, രോഗം വന്നു, ദുഃഖം വന്നു, പ്രതികൂലം വന്നു, പ്രയാസം വന്നു. നമ്മൾ സാത്താന്റെ അടിമത്തത്തിലോട്ട് പോയി, അല്ലെ? പക്ഷേ ബൈബിൾ പറഞ്ഞു, ജോൺ 3:3 പറയുന്നു, നിക്കോഡിമസിന്റെ അടുത്ത് കർത്താവ് സംസാരിക്കുന്ന, Verily, verily, I say unto you, except a man be born again, he cannot see the kingdom of God. ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവന് സ്വർഗരാജ്യം കാണാൻ, ദൈവരാജ്യം കാണാനുള്ള പറ്റുകയില്ലെന്ന്. ഓക്കെ, അപ്പം വീണ്ടും ജനിക്കണമെങ്കിൽ ജനനം, ഓക്കെ, ആരാ വീണ്ടും ജനിച്ചവര്? യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു കഴിഞ്ഞാൽ റോമൻസ് 10:9-10 പറഞ്ഞു, നീ രക്ഷിക്കപ്പെടും. അവര് വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവത്തിലോട്ട് വന്നു. യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് ബിയോണ്ട് ദാറ്റ് ടു ബി ബോൺ അഗെയിൻ. ഓക്കെ, ദാറ്റ് ഇസ് സ്റ്റെപ്പ് 1. അപ്പം നമ്മള് വീണ്ടും ജനനത്തിന്റെ ആ ഒരു അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? 2 Corinthians 5:17 പറഞ്ഞ പോലെ, if any man be in Christ, he is a new creature. The old is gone and behold, all things are new. എന്താ പറ്റുന്നത് വെച്ചാൽ, God picks up your spirit and transforms the whole spirit, and then you are able to connect back with God, and then you are alive to God. ഒരാൾ വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവത്തിൽ വന്ന് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി ഈ ലോകത്തിൽ കൂടെ കടന്നുപോയി മരിച്ചാൽ അയാൾ നിത്യത എത്തും, ഷുവറാണ്. പക്ഷേ he will not be able to operate as a son of God. He will only be a child of God. ഒരു കൊച്ചു കുഞ്ഞിന് അപ്പന്റെ അമ്മയുടെ പ്ലാൻസിനെ പറ്റി എന്തറിയാം? ഒന്നും അറിയത്തില്ല, അല്ലേ? അപ്പം പക്ഷെ ഒരു പ്രായപൂർത്തിയുള്ളൊരു കുഞ്ഞിന് പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ, അപ്പം we all of us are able to connect to God now. ഓക്കെ, നമുക്ക് ആക്ച്വലി നമ്മുടെ ചുറ്റിനും ഒത്തിരി വോയിസസ് ഉണ്ട്, അല്ലേ? നമുക്ക് നമ്മുടെ കോൺഷ്യൻസ് ഉണ്ട്, നമ്മുടെ ശരീരം സംസാരിക്കും. ശരീരത്തിന് ഇച്ചിരി കൂടുതൽ ചോറിനകത്ത് ഉപ്പായാല് ശരീരം എന്നാ പറയും? ഇതിന് ഭയങ്കര ഉപ്പാന്ന് പറയും, അല്ലേ? ഓക്കെ, നമ്മുടെ സോൾ എന്നാ പറയും? ഓ, ഇവൻ ഇതിൻ്റെ അടുത്ത് ഇത് ചെയ്തു, അല്ലെങ്കിൽ ഇവളെൻ്റെ അടുത്ത് ഇത് ചെയ്തു, എനിക്ക് ദേഷ്യം അവനെ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ, രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫീലിങ്സ്. Feelings are the voice of your soul, okay, or your emotions. Your 5 senses are the voices of your body. ഏതാ? Taste, see, hear. 5 senses അറിയില്ല, പഞ്ചേന്ദ്രിയങ്ങൾ. That is the voice of your body. Emotions or feelings are the voice of your soul. Okay, അറിയാലോ? And conscience
is the voice of your spirit. Okay? Conscience. നമ്മുടെ ഈ സബ് കോൺഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സയൻസിന് കോൺഷ്യൻസ് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, സ്പിരിറ്റ് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. മെഡിക്കൽ സയൻസ് ക്യാൻ ഓൺലി ഹാൻഡിൽ ദ സോൾ ആൻഡ് ദ ബോഡി because the spirit is not testable in a test tube. Okay? അപ്പം മെഡിക്കൽ സയൻസ് അതിനെ പറയുന്നത് സബ് കോൺഷ്യൻസ് എന്നാണ്. പക്ഷേ വി നോ ഇറ്റ് ഇസ് അവർ കോൺഷ്യൻസ്. നമ്മുടെ കോൺഷ്യൻസ്, ഐ മീൻ നമ്മുടെ സ്പിരിറ്റിന് 3 കോമ്പണൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയുടെ 5 സെൻസസ് ഉണ്ട് അല്ലേ? നമ്മുടെ സോളിന്റെ 3 കോമ്പണൻസ് എന്തുവാ? മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്. ഓക്കെ? മൈൻഡ്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മുടെ തലയ്ക്കകത്താണ്, മൈൻഡ്. Okay, we take a decision, that is will, and we have feelings which are emotions, that's the voice of the soul. And your spirit man, it is intuition, conscience and fellowship. Okay, നമ്മുടെ ഞാൻ അതിലോട്ടൊന്നും കയറി പോകുന്നില്ല. I'll just quickly touch on the conscience alone. നമ്മൾ ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക്, നമ്മുടെ കോൺഷ്യൻസ് ഈസ് എ ഷുവർ ഗൈഡ് ആൻഡ് ദ കോൺഷ്യൻസ് ഈസ് അവർ വോയിസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ചുറ്റിനും ഒത്തിരി വോയിസസ് ഉണ്ട്. നമ്മുടെ വോയിസ് ഓഫ് ദി ബോഡി ഉണ്ട്, വോയിസ് ഓഫ് ദി സോൾ ഉണ്ട്, വോയിസ് ഓഫ് അവർ സ്പിരിറ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് യു ഹാവ് ഗോഡ്സ് വോയിസ്, യു ഹാവ് ദ വോയിസ് ഓഫ് ദി ഡെവിൾ ആൻഡ് യു ഹാവ് ദ വോയിസ് ഓഫ് ദി വേൾഡ്. മിനിമം ഒരു 5-6 വോയിസസ് നമ്മുടെ ചുറ്റിനും ഉണ്ട്. അപ്പം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വരുമ്പം നമ്മൾ ഏതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് വോയിസ് നോക്കിയാണ് നമ്മൾ പലപ്പോഴും തീരുമാനം എടുക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്തു പറ്റും? നമ്മളെപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ സൈറ്റന്റെ ശബ്ദം കേട്ടെന്നിരിക്കും, നമ്മൾ ലോകത്തിന്റെ ശബ്ദം കേട്ടെന്നിരിക്കും, നമ്മുടെ ശരീരം പറയുന്ന കഥ കേട്ടെന്നിരിക്കും. And you will not be able to take a godly decision. Godly decision എന്തുവാ? നല്ല decision അല്ല godly decision. The decision that God wants you to take is a godly decision. അപ്പം കർത്താവ് ആക്ച്വലി അതിനുവേണ്ടി നമുക്ക് ചില മെക്കാനിസംസ് തന്നിട്ടുണ്ട്. ഒന്ന്, one of the most fundamental things by which God will guide you at all times is your inward witness. Inward witness എന്തുവാ? ആക്ച്വലി ഇത് ഞാൻ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് പടയെന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ മമ്മിയുടെ കാര്യം പറയാം. ഓക്കെ, മമ്മിയാണെങ്കിൽ ഒരാളെ ഒരു 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പറയും ഇയാൾ ശരിയല്ല, അല്ലെങ്കിൽ ഇയാൾ ഓക്കെയാ. ഓക്കെ, ആ സീക്രട്ട് ഞാൻ വെളിയെ മമ്മി പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പെണ്ണുങ്ങൾക്ക് മിക്കവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇമ്മീഡിയറ്റ്ലി അല്ലെ. എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അയാളെ 2 പ്രാവശ്യമേ കണ്ടുള്ളൂ, പക്ഷെ ഇയാൾ ശരിയല്ല, അല്ലെങ്കിൽ അയാൾ നല്ലൊരു വ്യക്തിയാണ്. ആണോ? സമ്മതിച്ചോ? അപ്പം ആണുങ്ങൾ ചോദിക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾ നല്ല ആളാ. പക്ഷെ വൈഫ് പറയും, ഇല്ല, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, സൂക്ഷിച്ചോണം. ഇല്ലേ? പരിചയമുണ്ടല്ലോ. ഓക്കെ, ചിരി കാണുമ്പോൾ മനസ്സിലാവും, എല്ലാവർക്കും പരിചയമുണ്ട്. ഓക്കെ, അതെന്തുവാ കാര്യം? എന്നാ, പെണ്ണുങ്ങൾ കുറെ കൂടെ ദ വിമൻ ആർ മോർ സെൻസിറ്റീവ് ടു ദി, ഐ മീൻ ആണുങ്ങൾക്ക് ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞത് ചുമ്മാന്നല്ല. ആളുകൾ ജീവിതത്തില് ലോജിക്കൽ തിങ്കിങ് കൊണ്ട് ഹാർട്ട് ഇച്ചിരി ഹാർഡ് ആൻഡ് ദേ ആർ ലെസ് സെൻസിറ്റീവ് ടു ദി ഗൈഡൻസ് ഫ്രം ദ ഇൻസൈഡ്. ഓക്കെ, ഞാൻ ആണുങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഫോളോ വാട്ട് യുവർ വൈഫ് സേസ്. മോസ്റ്റ്ലി യു വിൽ ഫൈൻഡ് ദാറ്റ് ദേ ആർ റൈറ്റ്. ഓക്കെ, തലമോളിൽ ചെന്ന് റൂഫ് അടിക്കില്ല ആരുടെയും. ഓക്കെ, അപ്പൊ കാര്യം എന്തുവാ? ദേ ആർ മോർ സെൻസിറ്റീവ് ഓൺ ദി spiritual side. Men are like that, they're a little more hard alle. പക്ഷെ men can also develop themselves to be sensitive to the voice of the spirit. നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. Proverbs 20:27 it says, the spirit of man is the candle of the Lord searching. അതാരെങ്കിലും ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിക്കണേ. Proverbs 20:27. The spirit of man is a candle of the Lord, searching all the inward parts of the belly. ഒന്ന് വായിക്കാം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്
ദൈവത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. സിസ്റ്റർ ഒന്നും കൂടെ വായിച്ചത്. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. ഓക്കെ, നമ്മള് പ്രത്യേകിച്ച് ഞാൻ ഈ സംസാരിക്കും, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. എനിക്ക് അറിയത്തില്ല മലയാളത്തിലും എത്ര കറക്റ്റ് ആയിട്ടാ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ആൻഡ് സ്പിരിറ്റ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു വേഴ്സ് ഉണ്ടല്ലോ, ഫോർ ദ വേർഡ് ഓഫ് ദി ലോർഡ് ഇസ് ഷാർപ്പ് ഡിസേർണിംഗ് ഡിവൈഡിംഗ് ബിറ്റ്വീൻ ദി സോൾ ആൻഡ് ദി സ്പിരിറ്റ്. അതേത് വേഴ്സാ മലയാളത്തിലായിരിക്കും ഒന്ന് കോട്ട് ചെയ്യാതെ? സന്ധ്യയും സന്ധിമജ്ജകളെയും തുളച്ചു കയറുന്ന, അതല്ലേ? ആ വേഴ്സ് തന്നെ. പക്ഷെ അതിന്റെ ബാക്കി സോൾ, ഇറ്റ് ഡിവൈഡ്സ് ബിറ്റ്വീൻ ദി സോൾ ആൻഡ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷില്. ഓക്കെ, എന്തോടാ? ഹീബ്രൂസ് 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മുറിച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്തിനെ വിവേചിക്കുന്നത്? ഹൃദയത്തിലെ ചിന്തകളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹൃദയത്തിലെ ചിന്ത അല്ല, സ്പിരിറ്റ് ആൻഡ് സോൾ വേറെ രണ്ട്. പ്രാണനെയും ആത്മാവിനെയും പ്രാണനെ ആത്മാവ്. ഓക്കെ ഓക്കെ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് മലയാളത്തിൽ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. യൂസ് ചെയ്തിട്ടുണ്ടോ? പ്രാണൻ എന്നുള്ള വേർഡ് മലയാളത്തിൽ ഞാൻ അങ്ങനെ കേട്ടായിട്ട് ഓർക്കുന്നില്ല. ഐ മൈറ്റ് ബി ടോട്ടലി റോങ്. ഓക്കെ, എനിവേ ദിസ് ഇസ് സ്പിരിറ്റ് ആൻഡ് ദി സോൾ. ഓക്കെ, അപ്പം നമ്മള് ഈ ഒരു വേഴ്സ് പ്രോവബ്സ് 20:27 എന്ന് പറയുന്നു, the spirit of man is a candle of the Lord, searching all the inward parts of the belly. Okay, അതായത് നമ്മുടെ സ്പിരിറ്റ് മാൻ is a candle of the Lord. Okay, and the Lord will light your candle and show you what is his plan and purpose for you. പക്ഷെ അതിന് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. അതാണ് ഇൻവേർഡ് വിറ്റ്നസ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കാൻ പോയി. ഓക്കെ, അല്ലെങ്കിൽ അഗെയിൻ വിമൻ യുനോ അവർ കുക്ക് ചെയ്തു. ഞാൻ കുക്കിങ്ങിൽ വളരെ വളരെ മോശമാണ്. ഓക്കെ, അപ്പം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ ചോദിക്കും, ഓക്കെ, എൻ്റെ വൈഫ് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മമ്മി പറഞ്ഞു, എടാ അതിന് ഇച്ചിരി ഉപ്പ് ഇടണേ. അപ്പം ഞാൻ ചോദിക്കും, എത്ര ഉപ്പ് ഇടണോ? 1/2 സ്പൂൺ ഇട്ടാൽ മതിയോ 1 സ്പൂൺ ഇടണോ? അപ്പൊ അവർ പറഞ്ഞു, ചുമ്മാ അങ്ങിട്. ആണല്ലോ, നിങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന അളന്ന് മുറിച്ചാന്നോ? അല്ലല്ലോ, നിങ്ങൾ ഉപ്പിടും എവിടെ വരെ? till you know on the inside that it is right, and 99% you'll be right. ആണല്ലോ, എന്ന് ഉപ്പ് കൂടി കറിയാലല്ലോ കഴിക്കുന്നത്, ആണോ? അപ്പം നിങ്ങൾ ആ ചെറിയ കാര്യത്തില് വാട്ട് യു ആർ യൂസിങ് ഈസ് എ ഇൻവേർഡ് വിറ്റ്നസ്. കറി ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയാലും ഇച്ചിരി കുറച്ചുണ്ടാക്കിയാലും ഒരു അപ്രോക്സിമേഷൻ അല്ല. യു ഫീൽ ഗുഡ് ഓൺ ദ ഇൻസൈഡ്, അല്ലേ? വെൻ യു ഡു ദാറ്റ്. നമ്മളൊരു കാർ മേടിക്കാൻ പോയപ്പം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക. ഒരു ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ ചിന്തിക്കുമ്പം ഒരു പ്രയാസം പോലെ ഉള്ളി, കാര്യം ഒന്നും അറിയത്തില്ല, പക്ഷെ യു ഫീൽ എ ഡിസ്റ്റർബൻസ് ഓൺ ദ ഇൻസൈഡ്. ആർ യു ഏബിൾ ടു കണക്ട് വിത്ത് മീ? Or you feel good when you're taking that decision. That is your inward witness. Okay? ഓർത്ത് നോക്ക്. ഓക്കെ, ഇതൊരു കേബിൾ. ഓക്കെ, ഇതൊരു കേബിളാ, ഇലക്ട്രിക്കൽ കേബിളാണ്. ഞാൻ ആക്ച്വലി ഈ കേബിളിന് ഈ ഡയറക്ഷന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പം ഓർത്ത് നോക്കി, ഒരു കയറ് കെട്ടി ആരെങ്കിലും ഇങ്ങോട്ട് വലിച്ചാല് ഞാൻ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഒരു പ്രയാസം, അല്ലെ? ഇങ്ങോട്ടൊരു വലിവുണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു തീരുമാനം എടുക്കുമ്പം എടുക്കാൻ പരിപാടി ഇട്ടു, പക്ഷെ യു ആർ ഫൈൻഡിങ് എ ഹെസിറ്റൻസി ഓൺ ദ ഇൻസൈഡ്. ദാറ്റ് ഈസ് ആക്ച്വലി യുവർ സ്പിരിറ്റ് മാൻ. പക്ഷെ ആസ് ഓൺലി എ ചൈൽഡ് ഓഫ് ഗോഡ്, അതായത് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു കോൺഷ്യൻസിന്റെ ഗൈഡൻസിൽ എപ്പോഴും നീങ്ങാൻ പറ്റുള്ളൂ. കാര്യം എന്തുവാ? ദ കോൺഷ്യൻസ് ഹാസ് ബീൻ ടെമ്പേർഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്.
പറഞ്ഞു മനസ്സിലായോ? Am I hazy? ഓക്കെ, ചിലര് ഓക്കെ, എനിക്ക് അച്ഛൻ്റെ കാര്യം അറിയാം. അച്ഛനാണെങ്കിൽ പലപ്പോഴും പല ഡിസിഷൻസ് എടുക്കുന്നതും പ്രാർത്ഥിച്ചു ഒരു ഗൈഡൻസ് കിട്ടി, and he's sure about it and he takes that decision, and I've seen in his life, personal life, that he's had tremendous results. Okay, so if you are able to listen on the inside, fundamentally ഏറ്റവും ആദ്യം ഇതെല്ലാം ആപ്ലിക്കബിൾ ആകുന്ന ആർക്കാ? ദൈവത്തിന്റെ ഒരു കുഞ്ഞിന്. ദൈവത്തിന്റെ ഒരു കുഞ്ഞല്ലാതെ, അതായത് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ വായും കൊണ്ട് കൺഫസ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ സ്പിരിറ്റ് മാൻ ഇസ് നോ ഗൈഡ് ടു ഹിം. ഓക്കെ, അതുകൊണ്ടാണ് ഒരു കുറ്റവാളിക്ക്, ജയിലിനകത്ത് കിടക്കുന്ന ഒരു കുറ്റവാളിക്ക് ഒരാളെ കൊല്ലാൻ മടിയില്ലാത്ത, പുള്ളിക്ക് കോൺഷ്യൻസിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ യു ആൻഡ് മീ കനോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്, ബിക്കോസ് അവിടെ കോൺഷ്യൻസ് ഹാർഡ് എന്താ. പക്ഷെ ഒരാൾ വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവത്തിലോട്ട് വന്നു കഴിയുമ്പം God will pick up their conscience and work with it and enable that to be a safe, sure guide. അപ്പം നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഇതുണ്ട്, ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു റിലീസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ വോയിസ്, ദാറ്റ് ഈസ് യുവർ ഇൻവേർഡ് വിറ്റ്നസ്. ദാറ്റ് ഈസ് ദ ഷുവറസ്റ്റ് വേ ഗോഡ് വിൽ ഗൈഡ് എവറി ബിലീവർ അറ്റ് ഓൾ ടൈംസ്. എപ്പോഴും ഒരു ശബ്ദം കേൾക്കാൻ നോക്കി നിൽക്കില്ല. ഓക്കെ, സാംസ് 18:28 പറഞ്ഞു, അതുകൊണ്ടൊന്ന് മലയാളത്തിൽ വായിക്കണേ. For you will light my candle, the Lord will enlighten my darkness. Okay, മലയാളത്തിൽ വായിച്ചിരിക്കുന്നു. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നമ്മൾ ആക്ച്വലി ലോകത്തിൽ ജീവിക്കുമ്പം, ഓക്കെ, ഇപ്പൊ സമയം എത്രയായി? അവിടെ 2:58 2:59 എന്ത് സംഭവിക്കും നമുക്കറിയാമോ? സാറിന് ലോകത്തിലുള്ളവന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മകനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് 59 എന്ത് നടക്കാൻ സാധ്യതയുണ്ടെന്ന് നല്ലൊരു പിടിയാണ്. ഓക്കെ, കർത്താവ് നമ്മുടെ അടുത്ത് മോളിൽ നിന്ന്, ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് പറയുന്നത് പോലെ, കർത്താവ് വിൽ ഷോ യു തിങ്സ് ടു കം. ആൻഡ് അപ്പം the next minute is darkness for the worldly man. He doesn't know what direction to take. But the Bible says in Psalms 18:28, for you will lighten my candle. You will show me on the inside as to what I need to decide. ഇത് പറയുന്നുണ്ടല്ലോ, your word is a lamp unto my feet and a light unto my path. അല്ലേ? Psalms 119, 105 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ദൈവത്തിന്റെ വചനം. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ ചെയ്യേണ്ടത്, യു മസ്റ്റ് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക്, പുതിയ നിയമം വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ ഓപ്പറേറ്റിംഗ് മാനുവൽ ഏതാ? പഴയ നിയമമാണോ പുതിയ നിയമമാണോ? പുതിയ നിയമമാണ്. ഓക്കെ, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അപ്പം യു സ്പെൻഡ് ടൈം വിത്ത് ദ വേർഡ്. ഞാൻ ഈ ഒരു കാര്യം പറയാം. നിങ്ങൾ ദൈവവചനം 2 വിധത്തിൽ വായിക്കണം. ഓക്കെ, ഒന്ന് പേപ്പർ വായിക്കുന്ന പോലെ വായിക്കണം. അത് വൈകിട്ട് ക്ഷീണിച്ചോ എപ്പോഴെങ്കിലും ഇരിക്കും, ഒരു 3-4 ചാപ്റ്റേഴ്സ് പേപ്പർ വായിക്കുന്ന പോലെ വായിക്കണം. ഇനി ഇന്നത്തെ ന്യൂസ് എല്ലാം കോവിഡ്, വേറെ ന്യൂസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4-5 ചാപ്റ്റേഴ്സ് ന്യൂ ടെസ്റ്റ്മെന്റ് ഇന്ന് വായിക്കും. ഓക്കെ, പേപ്പർ വായിക്കുന്ന പോലെ വായിച്ചാൽ മതി. ഒരു 3 മാസത്തിനകത്ത് you would have covered the entire New Testament once. If you do that, within about 2 years, you would have covered the New Testament about 8 to 10 times. Okay, that is our operating manual. അപ്പം ദൈവവചനം, ഓക്കെ, നമ്മൾ കോളേജിൽ പോയി ഒരു പേപ്പർ നല്ലതായിട്ട് പഠിച്ചാല് ആ എക്സാം എഴുതാൻ എളുപ്പമല്ലേ? അല്ലേ? അപ്പം നമ്മൾ ദൈവവചനം, ന്യൂ ടെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കഴിയുമ്പം പരിശുദ്ധാത്മാവിന് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ കിട്ടും. ആൻഡ് ബിക്കോസ് ദാറ്റ് വേർഡ്, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം, നമുക്ക് കേൾക്കത്തക്കതായിട്ട് വായിക്കണം, മനസ്സിൽ വെച്ച് വായിക്കല്ലേ. അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. I'm not touching on that now. നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പം വിശ്വാസം കേൾവിയാൽ വരുന്നല്ലേ. അപ്പം ആ വചനം നമ്മുടെ സ്പിരിറ്റ് മാനിലോട്ട് പോയിട്ട് ദാറ്റ് വിൽ ഗിവ് ഇനഫ് മെറ്റീരിയൽ. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് വേണ്ടേ, അല്ലേ? അപ്പം നമ്മൾ ദൈവവചനം വായിക്കുമ്പം നമ്മുടെ ഉള്ളില്
പരിശുദ്ധാത്മാവിന് നമ്മളെ വഴി നടത്താൻ വർക്ക് ചെയ്യാവുന്ന മെറ്റീരിയൽ കിട്ടും. And the Lord will use those things to guide you. Okay? Other inward witness. And one of the surest things that you must do as a child of God is to obey the word that you know. നമുക്ക് അറിയാവുന്ന വചനത്തിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയ കാര്യങ്ങൾ കാണിക്കുകയുള്ളൂ. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, കള്ളം പറയലെന്ന് ബൈബിൾ അത് എഴുതി വെച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ കള്ളം പറയുന്നത് നിർത്തണം. വേറെ ഇത് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് ചെയ്യുന്നത് നിർത്തണം. നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ വെട്ടാൻ തുടങ്ങും. ഓക്കെ, ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കട്ട് യുവർ ലൈഫ്. അങ്ങനെ ദൈവവചനം നമ്മളെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഇച്ചിരി നാൾ കഴിഞ്ഞ് ആരുടെ രൂപത്തിലാവും? കർത്താവിന്റെ രൂപത്തിലായിത്തീരും. മനസ്സിലായോ? അപ്പം സ്റ്റാർട്ട് ഫോളോയിങ് ദ ന്യൂ ടെസ്റ്റമെന്റ്. ആൻഡ് ആസ് യു ഫോളോ ദ ന്യൂ ടെസ്റ്റമെന്റ് മോർ ആൻഡ് മോർ, you will find your sensitivity growing up. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് തരുന്ന ഡയറക്ഷൻസിലോട്ട് നമ്മൾ കൂടുതൽ നമുക്ക് കേൾക്കാൻ ക്ലിയർ ആകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇൻവേർഡ് വിറ്റ്നസ്. ആക്ട്സ് 27:9 ഒന്ന് എടുക്കാമോ? ആക്ട്സ് 27:9 and 10 മലയാളത്തിൽ അറിയുന്നു വായിച്ച്. ടെന്നി പറയുന്നു, സിrs I perceive. ഓക്കെ, ആ വേർഡ് ശ്രദ്ധിച്ചോ? ഞാൻ കേജവിയാ വായിക്കുന്നത്. I perceive that this voyage will be with hurt and with much damage. മലയാളത്തിൽ അറിയുന്നു വായിച്ചേ. 27:9 and 10 വായിച്ചേ. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ആകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രമാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നുവെന്ന് അവരെ പ്രബോധിപ്പിച്ചു. ഓക്കെ, ഞാൻ കാണുന്നു എന്ന് പറയുന്നത് അതും അഗൈൻ ട്രാൻസ്ലേഷൻ ഒരു പ്രശ്നമാണ്. ഇവിടെ പറയുന്നത് പെർസീവ്, അതായത് ഐ നോ there is going to be something wrong in this voyage on the inside. That is the inward witness. Okay. Second is the voice of our spirit. അപ്പം ആ ഇൻവേർഡ് വിറ്റ്നസ് നമ്മൾ ശബ്ദങ്ങളോ വാക്കുകളോ കേൾക്കത്തില്ല. നമ്മുടെ ഉള്ളിലൊരു this not good, not bad എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ കാണുള്ളൂ. That is your conscience talking. Okay. Now the inner voice is the voice of our spirit. 1 Kings 19:12 എടുക്കാമോ? 1 Kings 19:12 വായിച്ചായിരിക്കും മലയാളത്തിൽ. ഇത് മോശയ്ക്ക് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞ ഒരു സംഭവം വായിച്ചായിരിക്കുന്നു. ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. സാവധാനം ഒരു മൃദുസ്വരം ഉണ്ടായി. ഓക്കെ, ആ ഒരു മൃദുസ്വരം പുള്ളി ചെവിയിലല്ല പുള്ളി കേട്ടത്, പക്ഷെ പുള്ളി നിന്നാ കേട്ടത്. നിങ്ങളറിയും, എനിക്കറിയാം നിങ്ങളെല്ലാരും ഇത് ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കേട്ട് കാണും. ഉള്ളിൽ നിന്ന് ഇത് ചെയ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ഇത് ചെയ്യല്ല കേട്ടിട്ടുണ്ടോ? വേർഡ്സ് ആയിട്ട് കേൾക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കും ഇതെങ്ങനെ വന്നു? ഓക്കെ, ദാറ്റ് ഈസ് ദ വോയിസ് ഓഫ് ദി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലോട്ട് വന്ന് വസിക്കും. ഓക്കെ, നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാ പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവ്, ഇത് നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റ്. ഓക്കെ, ആൻഡ് the spirit of ours will pick up many things from the Holy Spirit. Holy Spirit എല്ലാം അറിയല്ലേ? Holy Spirit is God. He knows all things. അപ്പം നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ ദൈവവചനവും കൊണ്ട് സ്പിരിറ്റിനോട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ ഓക്കെ, ദിസ് മൈ സ്പിരിറ്റ്, ദിസ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. വാട്ട് കണക്ട്സ് is the word of God. Okay, so the more word you have, കൂടുതൽ ദൈവവചനം ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കണക്ഷൻ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ സ്ട്രോങ്ങർ ആയി കഴിയുമ്പം our spirit man will pick up things from the Holy Spirit and will sometimes speak to you. Okay, അപ്പം വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അതും വേറൊരു ഷുവർ ഗൈഡൻസാ.
വീണ്ടും ജനിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക്. ദാറ്റ് ഈസ് ദ ഇന്നർ വോയിസ്. ദ തേർഡ് ഈസ് ദ വോയിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഓക്കെ, വോയിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എങ്ങനെയാ? വോയിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എനിക്ക് അറിയത്തില്ല എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന്. നമ്മൾ സഡൻലി ഞെട്ടി തിരിഞ്ഞു നോക്കും, ഇതാരാ സംസാരിച്ചെന്ന്. അത്ര അതോറിറ്റേറ്റീവ് ആയിട്ടായിരിക്കും, അത്ര ക്ലിയർ ആയിട്ടായിരിക്കും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ കേട്ടാണ് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാര് സംസാരിച്ചു നമ്മൾ തിരിഞ്ഞു നോക്കും. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. ഞാൻ വീട്ടിനകത്ത് മുഴുവൻ നടന്നു നോക്കി ആരെന്നെ വിളിച്ചെന്ന്. എനിക്കറിയാം ആരും ഇല്ലെങ്കിലും അത്ര ക്ലിയർ ആയിട്ട് ഞാൻ 2 പ്രാവശ്യം കേട്ടു. എൻ്റെ പേര് വിളിച്ചു. ഓക്കെ, ഇതിന്റെ വേറൊരു നല്ലൊരു എക്സാമ്പിൾ 1 Samuel 3:4. ഓക്കെ, അത് വായിക്കാമോ? 3, 4 and 5. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. അത് കേട്ടോ, ശമൂവേൽ കിടക്കുക, ഏലി അപ്പുറത്തെങ്ങാണ്ട. ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. പുള്ളി എങ്ങോട്ട് ഓടി? ഏലിയുടെ അടുത്തോട്ട് ഓടി. ശമൂവേലിന് ക്ലിയർ അല്ലായിരുന്നു അത് ചെവിയിലാണോ കേട്ടെ ഉള്ളിലാണോ കേട്ടെന്ന്. പക്ഷെ ഈല ഒന്നും കേട്ടില്ല അല്ലെ? ആ ഒരു ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ഓക്കെ, അപ്പം നമ്മള് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം വഴി നമ്മൾ അങ്ങനെ ഒരു ഒത്തിരി അതോറിറ്റേറ്റീവ് ആയിരിക്കും. Acts 10:19 ഒന്ന് വായിക്കാമോ? Acts 10:19. ദർശനത്തെ കുറിച്ച് പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാ എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്താ ചോദിച്ചു. അത് കേട്ടോ, 19 പറയുന്നു, while Peter thought on the vision, the Spirit said to him, behold, 3 men seek thee, arise and go down and go with them. അപ്പം Peter was very clear with the voice of the Spirit. അതുകൊണ്ട് ഞെട്ടി തിരിഞ്ഞു നോക്കാൻ മനസ്സിലായോ? അപ്പം that is the voice of the Spirit. പക്ഷെ voice of the Spirit വഴിയോ ഇന്നർ വോയിസോ ആയിരിക്കത്തില്ല നമ്മുടെ എപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ. It will always be the voice of our the inward witness, that push on the inside. Okay, അപ്പം these are the fundamental ways how God speaks. Pinne, of course, there are other ways God speaks. Guides us through angels. God guides us through godly people. Other guidances ഉണ്ട്. പക്ഷേ we are to always rely on the inward witness. That is our most consistent guide at all times. And നമ്മൾ as we spend more time with the word of God, ദൈവവചനം കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കൂടുതലായിട്ട് പറ്റും. യോശുവ 1:8 എല്ലാവർക്കും നല്ല പരിചയമുള്ള വചനമാണല്ലോ. അത് ആരെങ്കിലും മലയാളത്തിൽ നിന്ന് വായിച്ച്. യോശുവ 1:8. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അവിടെ പറയുന്നത്, അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോറി ഒരു മിനിറ്റ്. ജോഷുവ 1:8. This book of the law shall not depart out of your mouth, but you will meditate on it day and night. രാപകൽ ദൈവവചനം ധ്യാനിക്കണം. എന്തിനു വേണ്ടി? So that you might be able to do all that is written in it.
then you will make your way prosperous and you will have good success. അതൊന്നും വായിച്ചത് മലയാളത്തിൽ? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ പ്രവൃത്തി സാധിക്കും. നീ അതെങ്കിലും മലയാളം ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയേക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യു വിൽ മേക്ക് യുവർ വേ പ്രോസ്പെറസ് എന്നാ പറയുന്നത്. ഇറ്റ് ഡസന്റ് സേ ഗോഡ് വിൽ മേക്ക് യു വേ പ്രോസ്പെറസ്. ദൈവം നമ്മുടെ വഴി അനുഗ്രഹിക്കുന്നല്ല പ്രോസ്പെറസ് ആക്കുമെന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ ദൈവവചനത്തിന്റെ ട്രാക്കിൽ ജീവിതം ഓടിച്ചാൽ എന്ത് പറ്റും? നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കി നമുക്ക് തീർക്കാൻ പറ്റും. കാര്യം എന്തോ നമ്മൾ വചനത്തിൽ ഓടുന്നതുകൊണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. ഓർത്ത് നോക്ക്, ഒരു 3 ബോഗീസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ 3 കോച്ചസ്, ഓക്കെ, 3 കോച്ച്, ഓക്കെ, 3 ബോക്സസ് ഓൺ എ റെയിൽ ട്രാക്ക്. ഇതെല്ലാം ട്രെയിനിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, റെയിൽ ട്രാക്ക് ദൈവത്തിന്റെ വചനമാണ്. അതിൽ ഓടുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫെയ്ത്ത്, വിശ്വാസം. 2 ഫാക്ട്സ്, യാഥാർത്ഥ്യം. 3 ഫീലിങ്സ്, ഓക്കെ, അതായത് ഇമോഷൻസ്. ഓക്കെ, ദൈവത്തിന്റെ വചനത്തിൽ ഓടുന്ന ഇതിനകത്ത് ഫെയ്ത്ത് ആണോ, ഫാക്ട്സ് ആണോ, ഫീലിങ്സ് ആണോ? ഫെയ്ത്ത് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ദൈവവചനം അറിയാവുന്ന അത്രയും ഡെപ്തില് നമുക്ക് ആ ട്രാക്കിൽ ഓടാൻ പറ്റുള്ളൂ. നമുക്ക് ദൈവത്തിന്റെ വചനം അറിയാവുന്ന അത്രയും കപ്പാസിറ്റിയിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് വിശ്വാസമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. മിക്ക ക്രിസ്ത്യൻസും എന്തോത്തല്ല അവരുടെ ജീവിതം ഓടിക്കുന്ന അറിയാമോ? ഫീലിങ്സ് അല്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, താണ്ട് കിടക്കുന്നില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു, താണ്ട് കിടക്കുന്നു. മനസ്സിലായി? ഫീലിങ്സ് ദൈവത്തിന്റെ ട്രാക്കിലാണോ ഓടുന്നേ? അല്ല, തോന്നിയിടത്തൊക്കെ ഓടും, ഇല്ലേ? തോന്നിയിടത്തൊക്കെ ഓടി ജീവിതം എത്ര പ്രാവശ്യം ഡീറെയിലാന്ന് കണ്ടിട്ടുണ്ട്? ആണല്ലോ. ഡീറെയിലായി കഴിയുമ്പോൾ വലിയ കുളം അല്ലേ? യാഥാർത്ഥ്യമുണ്ട്. യാഥാർത്ഥ്യത്തെ നമ്മൾ ഓടിയാൻ പറ്റും. അയ്യോ, എന്റെ ബോസ് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ തന്നു, കർത്താവ് ഞാൻ എന്ത് ചെയ്യും? കരഞ്ഞു കൂവി കുളമാക്കി. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ലെറ്റർ കിട്ടിയോ, ഭയങ്കര സന്തോഷം. ആണല്ലോ. അപ്പ് ആൻഡ് ഡൗൺ. സോ ഈ പിള്ളേർ കളിക്കുന്ന ഒരു ടോയ് ഉണ്ടല്ലോ, ഒരു ബോളല്ല, ഒരു ടോപ്പ്, ഇങ്ങനെ ഒരു കയറ് കിട്ടുന്നത് അറിയാം. യോയോ എന്നാ പറയുന്നത് ഇവിടെ. അത് മുകളിട്ടും പോകും, താഴോട്ടും പോകും, മുകളിട്ടും പോകും, താഴോട്ടും പോകും. മിക്ക ക്രിസ്ത്യൻസും സർക്കംസ്റ്റൻസിലല്ല, താഴോട്ടും മുകളിട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തെ ജീവിതം ഓടിക്കാൻ തുടങ്ങിയാൽ യാഥാർത്ഥ്യം നമ്മുടെ മോളിൽ റൂൾ ചെയ്യും. നമ്മൾ ഫീലിങ്സിലോ ഇമോഷൻസിലോ നമ്മുടെ ജീവിതം ഓടിച്ച പൂര കുളം. പക്ഷെ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ രാപകൽ ദൈവവചനം ധ്യാനിച്ച്, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവവചനത്തെ ഓടും. നമ്മുടെ വിശ്വാസം ദൈവവചനത്തെ ഓടുമ്പോൾ എന്ത് പറ്റും? യാഥാർത്ഥ്യങ്ങൾ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിശ്വാസത്തിനെ ഫോളോ ചെയ്യും. യാഥാർത്ഥ്യങ്ങൾ, ഓക്കെ, ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരാൾക്ക് ജോലിയില്ല. ദൈവം എന്ത് പറയുന്നു? ഫിലിപ്പിയൻസ് 4:19 പറയുന്നു, ആൻഡ് മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. ആണല്ലോ. അപ്പം ജോലിയില്ല, പക്ഷെ ബൈബിളിൽ പറയുന്നു, ആൻഡ് മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. അത് കണ്ടു, അത് വായിച്ചു, വിശ്വസിച്ചു. ഓക്കെ, വിശ്വസിച്ച് പല പ്രാവശ്യം കേട്ടാലേ ചിലതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ, നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഈ ദൈവവചനത്തിന്റെ കൊണ്ട് ദൈവവചനം കൊണ്ട് ലോകത്തിലെ കാര്യങ്ങളെ ചവിട്ടിത്താക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് കേട്ടോടും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം വരുന്നത്. പക്ഷെ നമ്മൾ ദൈവവചനം ധ്യാനിച്ചാൽ നമുക്ക് ദൈവവചനം വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ദൈവവചനം പറയുന്നു, ആൻഡ് മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി എന്ന് പറയുമ്പോൾ, ഓക്കെ, ജോലിയില്ല എനിക്ക്, പക്ഷെ ദൈവം എന്ത് പറയുന്നു? കർത്താവ് എൻ്റെ ആവശ്യങ്ങളെ ധാരാളമായിട്ട് നൽകി തരും. ആവശ്യങ്ങളെ ഒതുക്കി തീർക്കും എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റും? അപ്പം ദൈവവചനം എന്ത് പറയുന്നു? ഫിലിപ്പിയൻസ് 4:19 പറയുന്നു, ആൻഡ് മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മൾ ആ വചനം പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ എന്നാ പറ്റും? നമ്മുടെ ഈ വിശ്വാസം എന്നുള്ള ആ സാധനം എഞ്ചിനായിട്ട്
ആ പാളത്തെ ഓടും. ആ പാളത്തെ ഓടുമ്പോൾ എന്നാ പറ്റും? ദൈവവചനം തെറ്റുവോ? ദൈവവചനം തെറ്റത്തില്ല. ദൈവവചനം പോയി സാഹചര്യങ്ങളെ അനുകൂലമാക്കും. സാഹചര്യങ്ങൾ ജോലി ഇല്ലാത്തപ്പോൾ എന്തോ അനുകൂലമാണ്, ജോലി ഉണ്ടാകും. അപ്പം ജോലി ഈ വിശ്വാസത്തിനെ ഫോളോ ചെയ്യും. ഓക്കെ, ജോലി കിട്ടി കഴിയുമ്പോൾ എന്ത് പറ്റും? സന്തോഷം വരും ഇല്ലേ? അപ്പം ഫീലിങ്സ് അതിനെ ഫോളോ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ട്രെയിൻ തിരിച്ചോടിക്കല്ലേ. ഓക്കെ, ട്രെയിൻ തിരിച്ചോടിച്ച കുളമാണ്. മിക്ക ക്രിസ്ത്യൻ ബിലീവേഴ്സും പല കാര്യങ്ങളും അറിയാൻ വയ്യാത്തതുകൊണ്ട് ട്രെയിൻ അതുവഴി ഇതുവഴിയൊക്കെ ഇറങ്ങി ഓടിക്കുക. ട്രെയിനിൽ ട്രാക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ ട്രാക്ക് അങ്ങ് കിടക്കുക. ഓക്കെ, ഞാൻ ഒരു സിമ്പിൾ ഒരു ടെസ്റ്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. ഗലേഷ്യൻസ് 5:22 ആത്മാവിന്റെ ഫലത്തിനെ പറ്റി പറയുന്നല്ലേ. ആത്മാവിന്റെ ഫലം എന്തോ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. ഓക്കെ, 5 ആത്മാവിന്റെ ഫലം. ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് ഇസ് ലവ്, joy, peace, long suffering, gentleness, goodness, faith, meekness, temperance. ഓക്കെ, നിങ്ങൾ ആ ഒരു വേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈ പറയുന്ന ഇമോഷൻസ് തരാത്തത് ഒന്നും ദൈവഹിതമല്ല. പറയാൻ മനസ്സിലായ? പരിശുദ്ധാത്മാവോ നമ്മുടെ ഇന്നർ വിറ്റ്നസ്സോ ഇൻവേർഡ് വിറ്റ്നസ്സോ നമ്മുടെ ഇന്നർ വോയിസോ ദൈവവചനമോ ഒന്നും, ഐ മീൻ അതെല്ലാം നമ്മളിൽ എന്ത് ഉളവാക്കും? ആത്മാവിന്റെ ഫലം ഉളവാക്കും. മനസ്സിലായോ? ആത്മാവിന്റെ ഫലം ഉളവാക്കാത്തത് എല്ലാം ദൈവഹിതമല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വീട്ടിനകത്തൊരു ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി, അത് ദൈവഹിതമാണോ? അത് സന്തോഷമുണ്ടോ? ലവ് ഉണ്ടോ? ജോയ് ഉണ്ടോ? പീസ് ഉണ്ടോ? ഇല്ല അല്ലെ? സോ യു ക്യാൻ സേഫ്ലി റിജക്ട് ഇറ്റ് ആസ് നോട്ട് ഗോഡ്സ് പ്ലാൻ ഫോർ യു. ഓക്കെ, ഒരു വിശ്വാസി, ഇപ്പം ഒത്തിരി വിശ്വാസികൾ കള്ളുപിടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വിശ്വാസി പറയാ, എടാ ഞാൻ കള്ളുപിടിക്കാൻ പോവാ, അത് സന്തോഷം ഉണ്ടാക്കുവോ? സമാധാനം ഉണ്ടാക്കുവോ? സമാധാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഗാഡ്. പല വാക്കുകളും വളച്ചൊടിച്ച് സർക്കസ് കാണിക്കാൻ പറ്റും, പക്ഷെ ആത്മാവിന്റെ ഫലം ഇല്ലാത്തതൊന്നും. നമ്മളൊരു വൃക്ഷത്തെ എങ്ങനെ അറിയുന്നത്? കർത്താവ് പറഞ്ഞല്ലോ, നമ്മളതിന്റെ ഓക്കെ, നമ്മളിപ്പം പ്രത്യേകിച്ച് നമ്മൾ ഐ മീൻ ഫീൽഡില് അല്ലെങ്കിൽ കൃഷിക്കാരല്ലാത്തതുകൊണ്ട്, മെജോറിറ്റി ഇവിടെ ആരും കൃഷിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വീട്ടിൽ ചിലപ്പം കൊച്ചിലെ റബ്ബറും അത് ഇതൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി വർഷങ്ങളായില്ലേ. ഒരു മരത്തിന്റെ ഇലയോ ഫലമോ കാണാതെ താഴോട്ട് മാത്രം കണ്ട എത്ര പേർക്ക് മരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സത്യം പറയാൻ എനിക്കറിയത്തില്ല, പ്ലാവാന്നോ മാവാന്നോ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇല നോക്കിയാൽ ഒരു പിടികിട്ടും ഇല്ലേ? അപ്പം നമ്മൾ അതിന്റെ ഫലം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സാധനം ഇതാണെന്ന്. അപ്പം നമ്മൾ ഒരു കാര്യത്തിന്റെ ഫ്രൂട്ട് നോക്കുമ്പോൾ നമുക്കറിയാം റൂട്ട് ശരിയാണോ അല്ലയോ. അപ്പൊ നമ്മൾ ദൈവവചനം ഫോളോ ചെയ്യാൻ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിൽ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. The more word you have, the more you'll be able to see what the root is because of the fruit. Okay, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, ബിക്കോസ് ഇതൊരു ചെറിയൊരു ട്രിക്കി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒത്തിരി വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത ഒരു കാര്യമാണ്. And by God's grace, today I am able to hear the voice of the inward witness much clearer than what I ever used to. എനിക്ക് പണ്ട് കേൾക്കാവുന്നതിനെക്കാട്ടിലും 1000 മടങ്ങ് കൂടുതൽ ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് എനിക്ക് ഒട്ടും കേൾക്കത്തില്ലായിരുന്നു. ഐ മീൻ എൻ്റെ വൈഫ് പലപ്പോഴും പറയും, ഇത് ഞാൻ മനസ്സിലാക്കുന്നു, ഇതാ ദൈവഹിതം എന്ന്. ഞാൻ പറയും, ഇതെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ലല്ലോ. പക്ഷെ ദൈവം സഹായിച്ച് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. And so you can train your spirit man. Okay, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മെസ്സേജിന്റെ ടൈറ്റില് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആണല്ലോ. എനിക്കറിയത്തില്ല, നമ്മളെല്ലാം പല സ്റ്റേജസിലാണ്. വൺ ഓഫ് ദി ഷുവറസ്റ്റ് വേസ് ടു ഗെറ്റ് ഓൺ ട്രാക്ക് വിത്ത് ദാറ്റ് ഈസ് സ്റ്റാർട്ട് റീഡിങ് ദി ന്യൂ ടെസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ് റീഡിങ്. ഒന്ന് ന്യൂസ് പേപ്പർ പോലെ വായിച്ചു വേണം. വേറെ ഒരു റീഡിങ്, സെക്കൻഡ് റീഡിങ്, വിച്ച് ഐ വിൽ ടെൽ യു ടു ഡു ഏർലി ഇൻ ദ മോർണിംഗ്, ഈസ് റീഡ് maybe 10 verses a day, അല്ലെങ്കിൽ 1 chapter a day. പക്ഷെ അത് മെഡിറ്റേറ്റ് ചെയ്യും.
ഓക്കെ, ഞാൻ ഒരു മിനിറ്റും കൂടെ എടുത്തിട്ട് മെഡിറ്റേറ്റിനെ പറ്റി എളുപ്പം ഒന്ന് പറയാം. ഓക്കെ, പലപ്പോഴും പലരും ഓർക്കും മെഡിറ്റേറ്റ് എന്ന് പറയുന്ന ഇച്ചിരി ഒരു കൺഫ്യൂസിങ് വേർഡാണ്. ഞാനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഓക്കെ, നമ്മളെല്ലാം പിള്ളേർക്ക് പസിൽസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പീസ് പേപ്പർ 2-3 കയറി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫിറ്റ്, കാണാമല്ലോ, കണ്ടല്ലോ. ഇങ്ങനെ വെച്ചാൽ ശരിയാവൂ? അങ്ങനെ വെച്ചാൽ ശരിയാവൂ? അപ്പം ഈ പസിൽ ഫിറ്റ് ചെയ്യാനൊരു മെക്കാനിസം ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ദൈവവചനം വായിക്കുമ്പം നമുക്ക് ദൈവവചനത്തെ കുറിച്ച് ഒരു അറിവുണ്ട്, ആണല്ലോ. അത് ബിബ്ലിക്കൽ വേൾഡ് വ്യൂ, ദാറ്റ്സ് ഹൗ ഐ കോൾ ഇറ്റ്. ഓക്കെ, നമുക്ക് ബൈബിളിനെ പറ്റി ഒരു ഓവറോൾ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഞാനിപ്പം വർഷിപ്പ് ചെയ്തപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഒക്കെ കേട്ടു, കർത്താവെ അങ്ങ് അതിപരിശുദ്ധൻ, അങ്ങ് നിത്യൻ, അല്ലെ, അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കർത്താവ് സ്നേഹമാണ് നമ്മൾ പറയും. അപ്പം കർത്താവ് ന്യായവിധിയുള്ള ദൈവമാണ്, കർത്താവ് സ്നേഹമാണ്. അതെങ്ങനെയാ ഫിറ്റ് ആകുന്നത്? ആണല്ലോ. അപ്പം നമ്മള് ദൈവവചനം ധ്യാനിക്കുമ്പം ഇതെങ്ങനെയാ ഫിറ്റ് ആകുന്നത്? ഇതിങ്ങനെ ഫിറ്റ് ആകുമോ, ഇങ്ങനെ ഫിറ്റ് ആകുമോ, ഇങ്ങനെ ഫിറ്റ് ആകുമോ, അതോ ഇങ്ങനെ ഫിറ്റ് ആകുമോ എന്നുള്ളത് ധ്യാനിക്കുമോ. ഇതെങ്ങനെ എന്റെ പിക്ചറിനകത്തോട്ട് ഫിറ്റ് ആക്കുന്നെന്ന് പറയാൻ മനസ്സിലായോ? നമ്മൾ വേറെ ഒരു എക്സാമ്പിൾ, ഒരു ഫോൺ പുതിയതായിട്ട് മേടിച്ചെന്ന് ഓർത്തോ. ആ ഒരു പുതിയ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ എങ്ങനെ ഒരു കോൾ വിളിക്കാമെന്ന് ആദ്യം നോക്കും അല്ലേ, എങ്ങനെ ഒരു ടെക്സ്റ്റ് അയക്കാമെന്ന് നോക്കും, ഇതിൽ എങ്ങനെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കും, ഇന്ത്യൻസ് എന്നുള്ള നിലയ്ക്ക്. ഇതിൽ എങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കാണാമെന്ന് നോക്കും. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒരു ഇച്ചിരി, പ്രത്യേകിച്ച് ആപ്പിൾ, എൻ്റെ ഇത് ആൻഡ്രോയിഡാ, ഞാൻ ആപ്പിൾ ഫോൺസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആപ്പിൾ ഫോൺ ഇച്ചിരി കിശുവിശ എന്നെ സംബന്ധിച്ച്. ഓക്കെ, സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. അപ്പം ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഒരുത്തൻ ആപ്പിൾ ഫോൺസിലോട്ട് പോയാൽ ഇച്ചിരി നേരം പാടുവേണ്ടി വരും അല്ലേ, ബിഫോർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബാക്ക് എങ്ങനെയാണ് അടിക്കുന്നതെന്ന്. ആണല്ലോ. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നേ? വി ആർ ആക്ച്വലി മെഡിറ്റേറ്റിംഗ് ഓൺ ദാറ്റ് ഫോൺ ടു സീ ഹൗ ദ തിങ് വർക്ക്സ്. അപ്പം നമ്മൾ ദൈവവചനം 5 വാക്യങ്ങൾ അല്ലെങ്കിൽ 10 വാക്യങ്ങൾ വായിക്കുമ്പം നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ വി ആർ ട്രൈങ് ടു സീ ഹൗ ഡസ് ദിസ് തിങ് ഫിറ്റ്. അല്ലാതെ ചുമ്മാ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതൊരു പസിൽ പീസാ പോയി, അതാ മിക്കവരും ചെയ്യുന്നത്. നാളെ പിന്നെ ഈ പസിൽ പീസ് എടുത്ത് നോക്കിയിട്ടിട്ട് പോകും. അതുകൊണ്ട് പസിൽ ഫിറ്റ് ആവൂ? ഇറ്റ് ഇസ് വേസ്റ്റിംഗ് യുവർ ടൈം അല്ലേ. അതുകൊണ്ട് ഐ മീൻ, സോ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് and I believe you will be able to hear more from the inward witness. പിന്നെ വേറെ ഒരു സിമ്പിൾ കാര്യം ചെയ്യേണ്ടത്, ചെറിയ ഡിസിഷൻസിൽ നിങ്ങളൊരു കാര്യം തപ്പുക. ഓക്കെ, ഒരു കാര്യം തപ്പും, വീട്ടിനകത്ത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തെങ്കിൽ ഓടിപ്പോയി അവിടെല്ലാം തപ്പിക്കൊളവാക്കുന്നതിന് മുമ്പേ ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട്, ലോർഡ് ഹെൽപ്പ് മീ ടു സീ, ഷോ മീ വേർ ഇറ്റ് ഈസ്. ഒരു വാക്ക് ഒന്ന് ചോദിക്കുക, 2 മിനിറ്റ് ഒന്ന് ഇരിക്കുക, and see what happens. Okay, you will be able to develop your spirit man. പക്ഷേ firstly you must be born again. Secondly, you must follow the word and be obedient to the word, and then the Lord will help you. Okay, I hope I was able to do some justice. God bless you all. Thank you for the wonderful opportunity. Isaac Ajan, all the prayer group leaders, so thank you so much for this wonderful opportunity. നമുക്ക് ഈ കോവിഡ് കാരണം കോവിഡ് ആക്ച്വലി ഞാൻ പറയും ഒരു അനുഗ്രഹമാണ്. എന്നാന്നറിയാമോ, ഇപ്പം ചർച്ചസിനൊന്നും ബൗണ്ടറീസ് ഇല്ല. ഞാനൊരു ഒരു മാസം മുമ്പേ ഞാൻ ഒരാഴ്ച എൻ്റെ കുഞ്ഞിൻ്റെ അവിടെ ഖത്തറിലൊരു കൂട്ടായ്മ, സൗദിയിലൊരു കൂട്ടായ്മ, നാട്ടിലൊരു ചർച്ച്, 2 ദിവസത്തിനകത്ത്. നമുക്ക് കാശ് ചെലവാക്കി ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് പോകാനാണെങ്കിൽ പറ്റുമോ? ഇപ്പൊ നമുക്ക് it's so less expensive, and it's opened the world for the gospel. അതുകൊണ്ട് thank you so much again. God bless you.